പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന പുലർകാല വിചിന്തനം. ഇന്നത്തെ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന വിഷയം കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 16 മുതലുള്ള വാക്യങ്ങളാണ്. തിരുവചനം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വിശുദ്ധമായ ഒരു നിർവചനം, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, പരിശുദ്ധനായവൻ പള്ളി കൊള്ളുവാൻ വേണ്ടി ഈ ഭൂമിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ആലയം അത് ഓരോ മനുഷ്യൻ്റെയും ശരീരമാണെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ, ഈ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യനെന്ന പേരിൽ വസിക്കുന്ന നമ്മൾക്ക് എന്തുമാത്രം അഭിമാനിക്കുവാനുള്ള വകയുണ്ട്. ഓരോ ശരീരങ്ങളും ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ ഓരോ ശരീരങ്ങളും ആദരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഓരോ മനുഷ്യനും നമ്മുടെ കൺമുമ്പിൽ ആദരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഈ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് തിരുവചനം പറയുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ശരീരമെന്ന ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും പട്ടിണി കിടന്ന് നമ്മൾ വേല ചെയ്യും, പക്ഷെ നമ്മൾ കൃത്യസമയത്ത് ആഹാരം പോലും കഴിക്കില്ല. ദൈവം നിങ്ങൾക്ക് നൽകിയ ഏറ്റവും മഹനീയമായ അനുഗ്രഹം നിങ്ങളുടെ ശരീരം തന്നെയാണ്. അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ഉരുവായപ്പോൾ തന്നെ നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾ, ഹൃദയം, കിഡ്നി എല്ലാം പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. ഇന്നും അത് യാതൊരു കുഴപ്പവുമില്ലാതെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും വലിയ ഒരു യന്ത്ര സംവിധാനം നൽകി ദൈവം നിന്റെ ശരീരത്തെ പരിപോഷിപ്പിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രമാത്രം ഈ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കണം. പലപ്പോഴും കൃത്യസമയത്ത് നമ്മൾ ആഹാരം പോലും കഴിക്കാതെ ശരീരത്തെ പട്ടിണിക്കിട്ട് നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് മതിയായ ബഹുമാനം കൊടുക്കണം. ഒരിക്കൽ പോലും ഈ ശരീരത്തെ നിങ്ങൾ അശുദ്ധമാക്കി കൊണ്ടു നടക്കുവാനായിട്ട് ഇടവരുത്തുക പോലും ചെയ്യരുത്. അശുദ്ധമായ ഒരു സ്പർശനത്തിന് പോലും നിങ്ങളുടെ ശരീരത്തെ വിട്ടുകൊടുക്കുവാനായിട്ട് പാടില്ല. കാരണം ഇത് കർത്താവിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആലയത്തെ അത്രമാത്രം വിശുദ്ധിയോടുകൂടെ കൊണ്ടു നടക്കുവാനുള്ള ബാധ്യത ഈ ഭൂമിയിൽ പിറന്നിരിക്കുന്ന ഓരോ മനുഷ്യനിലും നിക്ഷിപ്തമാണ്. കർത്താവിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഈ ആലയത്തെ നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞാൽ അവനെ ദൈവം നശിപ്പിച്ചു കളയുമെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ശാപമേൽക്കാതെ ഈ ലോകത്ത് ജീവിക്കുവാനുള്ള ഏറ്റവും വലിയ ഉപാധി എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പവിത്രമായിട്ട് സൂക്ഷിച്ചു കൊണ്ട് നടക്കുക. ഈ ശരീരത്തിന് നിങ്ങൾ മതിയായ പ്രാധാന്യം കൊടുക്കുക, അതിനോട് ബഹുമാനം കാണിക്കുക. ശരീരത്തെ നിങ്ങൾ നന്നായിട്ട് പരിപാലിച്ചു കൊണ്ട് നടക്കുക. കർത്താവായ ദൈവത്തിന് പള്ളി ഉറങ്ങുവാൻ ദൈവം നിങ്ങളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചുവെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ള വിധത്തിൽ ജീവിക്കുക. ദൈവത്തിന് ചേർന്ന വിധത്തിൽ അഭിമാനത്തോടുകൂടി ഈ ലോക ജീവിതം പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിയുകയും ചെയ്യണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉള്ളും ഹൃദയവും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് കരങ്ങളൊന്ന് ചേർത്ത് വെച്ച്, കർത്താവേ, ഈ ഭൂമിയിൽ പള്ളി കൊള്ളുവാൻ അവിടുന്ന് തിരഞ്ഞെടുത്തത് എൻ്റെ ശരീരത്തെയാണല്ലോ. ഈ ആലയത്തെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇതിൻ്റെ വിശുദ്ധിയിൽ കാത്തു പരിപാലിക്കുവാനും സംരക്ഷിക്കുവാനും എനിക്ക് കൃപ നൽകണമേ. ആമേൻ.